ആറ്റുകാൽ അമ്പലത്തിന്റെ തെക്കേ നട ഗംഭീരമായ ഒരു താരപരിവേഷത്തിൽ തന്നെയാണ് ലക്ഷ്മി ഇപ്പോൾ ഉള്ളത്. ഞാൻ നിൽക്കുന്നത് തെക്കേ നടയിലാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം തന്നെ നിരവധിയായ ചലച്ചിത്ര താരങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളുടെ ഏഷ്യാനെറ്റിലൊക്കെയുള്ള വലിയ താരങ്ങളായിട്ടുള്ള ഇപ്പോൾ അമൃതയാണ് നമ്മളോടൊപ്പം പൊങ്കാല വിശേഷങ്ങളുമായി ചേരുന്നത്. അമൃത എന്തായാലും ആദ്യത്തെ പൊങ്കാലയാണ് തോന്നുന്നു. ഇതിപ്പോൾ ഒരുപാട് വിശേഷങ്ങളുണ്ട്. കാരണം മെഗാ സീരിയലുകൾ വലിയ തരംഗമായി ഓടുന്ന ഒരു സമയമാണ് ഈ പൊങ്കാല. എങ്ങനെയുണ്ട് വിശേഷവും പൊങ്കാല വിശേഷവും ഒക്കെ? എല്ലാം നന്നായിട്ട് പോകുന്നു. ഞാൻ ദേവീൻ്റെ അടുത്ത് കുറച്ചധികം വർഷമായിട്ട് ഇടുന്നുണ്ട്, പൊങ്കാല ഇടുന്നുണ്ട്. പിന്നെ ഷൂട്ടും എല്ലാം നന്നായിട്ട് പോകുന്നുണ്ട്. നമ്മളെ കോവിഡൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു പൊങ്കാലയാണ്. അപ്പോൾ നമ്മളുടെ ഒരു പ്രാർത്ഥന ഉണ്ടാവില്ല, നമ്മളൊരു വിശേഷമുണ്ട്. ഇന്ന് എന്താണ് സ്പെഷ്യലായിട്ട് അമ്മയോട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം? പ്രാർത്ഥനയ്ക്ക് നമ്മൾ അത് പറയുമോ, നമ്മുടെ ആഗ്രഹം സാധിച്ചിട്ടില്ലേ പറയും. പക്ഷെ എല്ലാ വർഷവും പൊങ്കാല അർപ്പിക്കും ദേവീൻ്റെ അടുത്തൊരു ആഗ്രഹം പറയാനുണ്ട്. അത് ദേവി സാധിച്ചു തരാറുണ്ട്. ഇന്ന് എന്താണ് അമ്മയ്ക്ക് പൊങ്കാലയായിട്ട് അർപ്പിക്കുന്നത്? പായസമാണോ അതോ പൊങ്കാലയാണോ? എന്താണ് സ്പെഷ്യലായിട്ട് അമ്മയ്ക്ക് അർപ്പിക്കുന്നത്? നമ്മൾ 5 കൂട്ടമുണ്ട്. പയറുണ്ട്, പാൽപ്പായസമുണ്ട്, അരവണ അമ്മേൻ്റെ തെരലുണ്ട്. അങ്ങനെ 5 ഐറ്റം ഉണ്ട്. എന്തായാലും പൊങ്കാല പോലെ തന്നെ വലിയ ശോഭയാണ്. ഇവിടെ കാണാൻ തന്നെ ആരാധകർ ഇഷ്ടം പോലെ വന്ന് നിൽക്കുന്നുണ്ട്. കാരണം മിനി സ്ക്രീനിൽ കാണുന്നവരാണ്, നിങ്ങളെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അവരൊക്കെ വലിയ സന്തോഷത്തിലാണ്. അമ്മയെ തൊഴുതിറങ്ങി അതേ ഭക്തിയോടെയാണ് നിങ്ങളെയും കാണാൻ വന്നിരിക്കുന്നത്. ഞങ്ങൾ ഇന്നലെ സാധനം വെക്കാനായിട്ട് ഇവിടെ വന്നു. അപ്പം ഞങ്ങൾ ഒട്ടും പ്രതീക്ഷയില്ല. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ ദേവി ഇവിടെ ഫുള്ള് ആൾക്കാരായിരുന്നു. അവസാനം പോലീസ് ഞങ്ങളെ വഴക്കുറഞ്ഞു, നിങ്ങൾ കാരണം ഇവിടെ ഇത്രയും ക്രൗഡായെന്ന് പറഞ്ഞിട്ട്. അതുപോലെ ഇന്ന് രാവിലെ എല്ലാവരും തൊഴുതിട്ട് നമ്മളെ കാണാൻ വന്നിരിക്കും. ഒരുപാട് സന്തോഷം ഇത്രയും ആൾക്കാർ നമ്മൾ സ്നേഹിക്കുന്നതെന്ന് അറിയുമ്പോൾ.